ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുന്നു. ഷാജഹാൻ, ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ MLAക്ക് DYFI പൊതിച്ചോറ് വിതരണം ഇപ്പോൾ ചതുർത്ഥിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നാം അറിയുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് കെ മുരളീധരൻ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി, പറഞ്ഞത് എന്ത് വില കൊടുത്തും ഈ പൊതിച്ചോറ് വിതരണം തടയും എന്ന്. പക്ഷേ തിരുവനന്തപുരത്തും കളമശ്ശേരിയിലുമൊക്കെ കാണുകയാണ് എത്രായിരം മനുഷ്യരാണ് ഈ ഒരു പൊതിച്ചോറിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ആലപ്പുഴയിൽ എങ്ങനെയാണ് പൊതിച്ചോറ് വിതരണം പുരോഗമിക്കുന്നത്? ഷാജഹാൻ. ഷമ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലപ്പുഴയിലെ MLA G. സുധാകരനാണ് ഈ ഭക്ഷണ വിതരണത്തിനെതിരെ രംഗത്ത് വന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയും വിവിധ സംഘടനകൾ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യേണ്ട, DYFI അടക്കമുള്ളവർ ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യേണ്ട, അത് നിർത്തലാക്കണം, സർക്കാർ നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം എത്രത്തോളം ജനങ്ങളാണ്. കാര്യം ഇത് ഒരു ദിവസത്തെ മാത്രമല്ല, ഏതാണ്ട് 2017 തുടങ്ങിയതാണ്. ഇന്ന് ഓരോ ദിവസവും ഏതാണ്ട് 2000-ലധികം ആളുകളാണ് ഈ ഭക്ഷണ പൊതികൾ വാങ്ങാൻ എത്തുന്നത്. രോഗികളും കൂട്ടിരിപ്പുകാരും മാത്രമല്ല, ആരോരുമില്ലാത്തവരും ഇവിടെ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം വാങ്ങിക്കുന്നു. ഇവരോടൊക്കെ ചോദിച്ചറിയാം. ചേച്ചി, ഉച്ചഭക്ഷണം നിർത്തിയാലുള്ളൊരവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങളുടെ? നിർത്തിയാലവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് കഷ്ടമാകും. അവർക്ക് എല്ലാവർക്കും നിർത്തണമെന്നാണ് പറയുന്നത് സർക്കാർ. നിർത്തണമെങ്കിൽ സർക്കാർ കൊടുക്കാൻ, അവർ കൊണ്ടൊന്ന് കൊടുക്കാൻ പറ്റും. അവർ കൊടുക്കുമെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് കിട്ടുമോ? മരുന്ന് കിട്ടുന്നുണ്ടോ? ഇല്ലില്ല, മരുന്നൊന്നും ഇപ്പം മരുന്ന് കൃത്യമായിട്ട് മരുന്ന് പുറത്തുനിന്ന് എഴുതി തന്നെ മരുന്ന് മരുന്നില്ല. അതുപോലെ ഇനി ഭക്ഷണം നിർത്താൻ പാടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേണ്ട, നിർത്തണ്ട. ഭക്ഷണം നിർത്തണമെന്നാണ് സർക്കാർ. നിർത്തരുത്, ഭക്ഷണം നിർത്തരുത്, ഭക്ഷണം വേണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങനെയാണ് കൊടുക്കണമെന്നാണ് അത്. രാഷ്ട്രീയക്കാരൊന്നുമല്ല, എല്ലാ പാർട്ടിയിലും ഉള്ളവർ ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്തുവാ? എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് നിന്ന് കഴിക്കുന്നില്ലയോ? ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. അവർ DYFIയുടെ കൊടി വെച്ചുകൊണ്ട് വരുന്ന അവർ കഷ്ടപ്പെട്ടിട്ടാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ രാജ്യം മൊത്തം നടന്ന് ഇപ്പോൾ പൊതി പിരിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവന്മാരോടെ പോയായിരുന്നു. ഈ INTUയുടെ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇവിടെ പോയാൽ അവന്മാർക്ക് ഇത് കഴിയത്തില്ല. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുകയല്ല. ഇത് മനുഷ്യന് ആഹാരം കൊടുക്കുന്നതിന് അഹങ്കാരം എന്ന് പറയാനൊക്കത്തില്ല, ഇത് നന്മയാണ്. എങ്ങനെയാണ് ചേട്ടാ ഉച്ചഭക്ഷണ വിതരണം നിർത്താൻ പോവാണ്? ആര് പറഞ്ഞു? സർക്കാർ നിർത്തുന്ന പറഞ്ഞാൽ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ അതിനഭിപ്രായം ഇല്ലെങ്കിൽ നിർത്തിക്കോട്ടെ. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെന്നാ ഉച്ചഭക്ഷണം? അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾക്ക് വേണം. പക്ഷേ അത് നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഗവൺമെൻറ്. അതെ. ചേച്ചി, എങ്ങനെയാണ് ഈ ഉച്ചഭക്ഷണ വിതരണം? നിങ്ങളൊക്കെ ഞാൻ കണ്ട് അരമണിക്കൂറിലും മുകളിലായിട്ട് ഇരിക്കുക, ഈ ഭക്ഷണം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ക്യൂ നിൽക്കുവാണ് ഭക്ഷണം വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു പൊതിക്ക് 75 രൂപ വെച്ച് കൊടുത്താലേ ഭക്ഷണം കിട്ടത്തുള്ളൂ. 2 പേരുണ്ടെങ്കിൽ ഒരു ദിവസം രൂപ 150 ആകും. കാപ്പി ഇതെല്ലാം പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു 300-350 രൂപ ഒക്കെ ചിലവാകുന്നുണ്ട്. അത് ഈ പാവങ്ങൾ ഇവിടെ ദിവസം അവർ ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഇത്രയും രൂപ ഞങ്ങൾ കൊണ്ടുവന്നല്ല ഞങ്ങൾ കാര്യങ്ങൾ സാധിക്കുന്നത്. ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം 4 വശത്തുനിന്നും അവർ കൊടുക്കുന്നുണ്ട്. കഞ്ഞിക്ക് കഞ്ഞി, കുട്ടികൾക്ക് ട്യൂബ് വഴി കൊടുക്കാനുള്ള കഞ്ഞി. മരുന്ന് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട് സർക്കാർ തരുന്നത്? മരുന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. മരുന്നിനെല്ലാം കുറിച്ച് പുറത്തോട്ട് തരികയാണ്. എല്ലാം നല്ല ആദ്യം കൊടുക്കേണ്ടത്. മരുന്നും എല്ലാം പുറത്തുനിന്ന് മേടിക്കാനാണ് അവർ കുറിച്ച് തരുന്നത്. സകല ടെസ്റ്റുകളെല്ലാം അവർ പുറത്ത് കുറിക്കുകയായിരിക്കും. കാശ് കിട്ടുന്ന ആശുപത്രിയൊന്നുമില്ല. ആശുപത്രി ഒന്നുമില്ല. മിക്കവാറും കുറവാണ്, ഒന്നുമില്ല. ഇതിപ്പോൾ ഷമി, നമുക്ക് കാണാം ഭക്ഷണമൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. DYFI ഇന്ന് കുട്ടനാട് മങ്കൊമ്പ് മേഖലാ കമ്മിറ്റിയുടേതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കായലിൻ്റെയും പുഴകളുടെയും ഒക്കെ ഇടയിൽ നിന്നും അവർ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ ഭക്ഷണപ്പൊതികളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ വിതരണം ചെയ്താൽ മാത്രം മതി. ഇവിടെ നമുക്ക് DYFIയുടെയൊക്കെ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതെങ്ങനെയാണ് അവർ ഈ ഭക്ഷണ പൊതികളൊക്കെ തന്നെ. ഇപ്പോൾ കുട്ടനാട് മേഖലയിൽ നിന്നാണ് നിങ്ങളാരാ? മങ്കൊമ്പിൽ നിന്ന് വന്നാരാള? വണ്ടാനം മേഖലയാണ്. ഇപ്പോൾ ഈ നിർത്താൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ എങ്ങനെ? നിങ്ങളെങ്ങനെ ഇനി ഈ ജനങ്ങളെ ഫേസ് ചെയ്യും? ഇത് ഞങ്ങൾ തുടരും. നിർത്തുന്ന പ്രശ്നമില്ല. ഇപ്പോൾ തടയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അതൊരു കമ്മ്യൂണിക്കേറ്റ് ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നമാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു അജണ്ടയാണത്. ഇത് നിർത്തലാക്കണം എന്നുള്ളൊരു അജണ്ടയാണത്. അത് മൂലമൊക്കെ എടുക്കുന്നില്ല. ഷമീദ്, നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണപ്പൊതികളാണ്. തുടരുക.